എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ചൂട് സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് കേട്ടോ. നല്ല ക്രീമി സിൽക്കി ടെക്സ്ചറോട് കൂടിയിട്ടുള്ളൊരു നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു കരിക്കാണ് കേട്ടോ. നമുക്കിതിലേക്ക് 1-2 കരിക്ക് ആവശ്യമായിട്ട് വരും. 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു കരിക്കിൽ നിന്ന് തന്നെ നമുക്ക് അത്രയും വെള്ളം കിട്ടുകയാണെങ്കിൽ അത് മതി. എനിക്കിപ്പോൾ 2 കരിക്കിൽ നിന്നാണ് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ കരിക്ക് വെള്ളം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു കരിക്ക് വെള്ളം നമ്മൾ ഇതുപോലെ ഒന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് അരിച്ചിട്ടെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലെ ഒരു കരിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 1.5 കപ്പോളം വരും. 250 ml കപ്പിൽ കറക്റ്റ് 1.5 കപ്പ് അളവിൽ കരിക്ക് ഇതുപോലെ അടർത്തിയത് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 250 ml കപ്പിൽ ഇതുപോലെ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ. നന്നായിട്ട് പാല് തിളപ്പിച്ചിട്ട് നല്ല പോലെ തന്നെ അതിൻ്റെ ചൂട് പോയതിന് ശേഷം നമ്മൾ പാലെടുക്കുക. അപ്പോൾ 250 ml കപ്പിൽ തിളപ്പിച്ചാറിയ പാലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 2 സ്കൂപ്പ് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ 10-ൻ്റെയൊക്കെ 2 ചെറിയ ഐസ്ക്രീമില്ലേ അത് 2 ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 10-ൻ്റെ ഒരു 2 ഇതുപോലെ ചെറിയൊരു ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയേക്കാളും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആ ഒരു കറക്റ്റ് മധുരത്തിനായിട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇത്ര അളവെന്നില്ല, നമുക്ക് എത്രത്തോളമാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക. ഒട്ടും തരികളില്ലാതെ നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ല, ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു കട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഞാനൊരു തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മധുരം നോക്കിയിട്ട് ഇതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഏകദേശം ഒരു 2-3 മണിക്കൂർ വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 10 ഗ്രാം അളവിൽ ഇതുപോലെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കരിക്കിൻ്റെ വെള്ളം ഒന്ന് അരിച്ചിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ 250 ml കപ്പിൽ ഞാൻ 2 കപ്പ് അളവിൽ കരിക്ക് വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മധുരത്തിനായിട്ട്. അതുപോലെ തന്നെ ഒരു 2-3 ഏലക്ക ഇതുപോലെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കുതിരാൻ വെച്ചിരുന്ന ഒരു ചൈന ഗ്രാസ് ഇല്ലേ അത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൈന ഗ്രാസ് ഇതുപോലെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇത് കണ്ടില്ല, ഇപ്പോൾ ചൈന ഗ്രാസ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കരിക്കിൻ്റെ ഒരു വെള്ളമില്ലേ ആ ഒരു വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതുപോലെ അത്യാവശ്യം വലിയൊരു പ്ലേറ്റ് എടുക്കുക കേട്ടോ. ഇതുപോലെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഏലക്കയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ അരിച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് ഇതിൻ്റെ ചൂടൊന്ന് കുറയണം കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ ചൂട് കുറഞ്ഞതിന് ശേഷം ഇതും സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നല്ല പോലെ തന്നെ സെറ്റായിട്ട് വേണം കേട്ടോ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതൊരു 3-4 മണിക്കൂറിനുള്ളിൽ നല്ല പോലെ തന്നെ എനിക്കിവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ടൊരു സ്പാച്ചില വെച്ചിട്ട് നമ്മൾ ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ഒരു കരിക്ക് ജെല്ലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇതും ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ ഈ ഒരു പുഡിങ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല പോലെ തണുത്തിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഈ ജെല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാമും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ പതിയൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു ജെല്ലി അങ്ങ് പൊട്ടിയൊന്നും പോകാതെ ഇതുപോലെ നമ്മൾ പതിയൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതിനു മുമ്പ് നമ്മളൊരു ഇളനീർ പുഡിങ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിക്കല്ല, സാധാരണ ഒരു പുഡിങ്ങിന്റെ കട്ടിക്കുള്ള രീതിയിൽ നമ്മൾ ഇളനീർ പുഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാത്തിമാസ് കറിവേളുടെ ഇളനീർ പുഡിങ് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ യൂട്യൂബിൽ. നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള നമ്മുടെ ഒരു കരിക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇളനീർ പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.